പ്രപഞ്ചത്തിന്റെ ചലനങ്ങൾ ചില നിമിഷങ്ങളിൽ നിഗൂഢമായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുക. നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ജീവിതത്തിന്റെ ദശ മാറ്റിമറിക്കാൻ പോന്ന അത്രയും വലിയൊരു വഴിത്തിരിവ് നമ്മുടെ മുന്നിലേക്കെത്തും. വരുന്ന മിഥുനമാസം 1-ാം തീയതി തിങ്കളാഴ്ച ആകാശത്ത് അത്തരമൊരു അപൂർവ പ്രതിഭാസത്തിനാണ് കളമൊരുങ്ങുന്നത്. ജ്യോതിഷപ്രകാരം അത്രമേൽ പ്രാധാന്യമുള്ളൊരു ദിനമാണിത്. കാരണം മറ്റൊന്നുമല്ല, കറുത്തവാവും മിഥുനരവി സംക്രമവും ഒരേ ദിവസം ഒരുമിച്ച് വരുന്നു എന്ന സവിശേഷതയാണ് ഈ തിങ്കളാഴ്ചയെ കാത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രഹമാറ്റം പ്രപഞ്ചത്തിൽ വലിയൊരു ഊർജ്ജ വ്യതിയാനം ഉണ്ടാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന്റെ ഫലമായി ചില പ്രത്യേക നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനത്ത് അസാധാരണമായ ഒരു ഉണർവ് പ്രകടമാകും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നാളിതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു അറുതി വരുത്താൻ പോകുന്ന തരത്തിലുള്ള വലിയൊരു സാമ്പത്തിക നേട്ടത്തിന്റെ തുടക്കമായിരിക്കാം ഇത്. ജ്യോതിഷശാസ്ത്രത്തിലെ സൂചനകൾ അനുസരിച്ച് ചില രാശികളിൽ ജനിച്ചവർക്ക് ഈ സമയം ഈശ്വരാനുഗ്രഹം ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കും അനുഭവപ്പെടുക. ഈ വരുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നും ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഈ മഹാഭാഗ്യത്തിന്റെ നിഴലിൽ വരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. തുടർന്നുള്ള വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. പലപ്പോഴും ഭാഗ്യം എന്നത് വെറുമൊരു യാദൃശ്ചികതയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒന്നോ മാത്രമാണെന്നാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ജ്യോതിഷശാസ്ത്രം ഇതിനെ മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ കൃത്യമായ സ്ഥാനചലനങ്ങളാണ് ഒരാളുടെ ജീവിതത്തിലെ ധനനേട്ടങ്ങളെയും ഭാഗ്യങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെയും ബുദ്ധിയെയും സ്വാധീനിക്കുന്ന ബുധൻ, ഭാഗ്യാനുഭവങ്ങൾ ഇരട്ടിയാക്കുന്ന ദേവഗുരുവായ വ്യാഴം, ഭൗതിക സുഖങ്ങൾ തരുന്ന ശുക്രൻ എന്നിവർക്കൊപ്പം അപ്രതീക്ഷിതമായി ഭാഗ്യം കൊണ്ടുവരുന്ന രാഹുവും കൂടി അനുകൂല ഭാവങ്ങളിൽ ഒന്നിച്ചു വരുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക. ജാതകത്തിൽ ഈ 4 ഗ്രഹങ്ങളും പൂർണ്ണമായി അനുകൂലമായി വന്നില്ലെങ്കിൽ പോലും ഇതിലേതെങ്കിലും 3 ഗ്രഹങ്ങൾ മാത്രം അനുകൂല സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചാൽ മതി, ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പണം പല വഴികളിലൂടെ ഒഴുകിയെത്തും. ഈ മിഥുനരവി സംക്രമ സമയത്ത് കൃത്യമായി ഇത്തരമൊരു ഗ്രഹാനുകൂല്യമാണ് പ്രപഞ്ചത്തിൽ ദൃശ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ചില നക്ഷത്രക്കാരുടെ ജാതകത്തിൽ ധനയോഗവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തവും ഗുണപരവുമായ മാറ്റങ്ങളാണ് രൂപപ്പെടാൻ പോകുന്നത്. നാളിതുവരെ ഒരു ലോട്ടറി ഭാഗ്യം പോലും തുണയ്ക്കാത്തവർക്ക് ഈ സമയം അനുകൂലമായി മാറിയേക്കാം. ആ 8 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജ്യോതിഷ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഈ ഭാഗ്യപട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന 8 നക്ഷത്രങ്ങളിൽ ചിലത് നാം ഈ അടുത്ത കാലത്തൊന്നും ചർച്ച ചെയ്യാത്ത തികച്ചും അപ്രതീക്ഷിതമായ നാളുകളാണ്. അതിലുമപ്പുറം കൗതുകകരമായ മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. ഈ പട്ടികയുടെ മധ്യഭാഗത്ത് വരുന്ന 3-ാമത്തെ നക്ഷത്രത്തിനും അതുപോലെ തന്നെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വരുന്ന 8-ാമത്തെ നക്ഷത്രത്തിനും ലഭിക്കാൻ പോകുന്ന പ്രവചനങ്ങൾ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അത്യപൂർവവുമാണ്. മറ്റാർക്കും ലഭിക്കാത്ത വിധത്തിലുള്ള മഹാഭാഗ്യമാണ് ഈ 2 നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്നറിഞ്ഞ് കൃത്യമായ വഴി തിരഞ്ഞെടുക്കാൻ പ്രവചനത്തിന്റെ അവസാനം വരെ ക്ഷമയോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ നക്ഷത്രക്കാർക്കും പ്രപഞ്ചം കാത്തുവച്ചിരിക്കുന്ന പ്രത്യേക ഭാഗ്യ നമ്പറുകളും ഈ വിവരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്പറുകൾ നിങ്ങളുടെ ജന്മസിദ്ധിയുമായി ഒത്തുപോകുമ്പോൾ മാത്രമേ ഭാഗ്യത്തിന്റെ തീവ്രത പൂർണ്ണമാകുകയുള്ളൂ. നിങ്ങളുടെ നക്ഷത്രം ഈ പട്ടികയിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്രയും വലിയൊരു സാമ്പത്തിക നേട്ടം ഈ മിഥുനമാസത്തിൽ നിങ്ങളെ തേടിയെത്തും. അങ്ങനെയെങ്കിൽ ഈ അപൂർവ ഭാഗ്യദിനത്തിൽ പ്രപഞ്ചത്തിന്റെ പ്രത്യേക അനുഗ്രഹം തേടിയെത്തുന്ന ആ 8 മഹാഭാഗ്യ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നാൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ വലിയ മാറ്റത്തിന്റെ ഫലമായി ആദ്യമായി ഭാഗ്യദേവത കനിഞ്ഞനുഗ്രഹിക്കാൻ പോകുന്നത് വൃശ്ചികക്കൂറിലെ അനിഴം നക്ഷത്രക്കാരെയാണ്. ശനി ഭഗവാന്റെ ശക്തമായ സ്വാധീനമുള്ള ഈ നാളുകാരെ നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഭാഗ്യവിഷയങ്ങളിൽ അധികം ചർച്ച ചെയ്തിരുന്നില്ല. എന്നാൽ ഈ മിഥുനരവി സംക്രമത്തോടെ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യോദയത്തിനാണ് തുടക്കമാകുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിലായിരിക്കും തികച്ചും അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്നും വലിയൊരു തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണ് ഇത് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ മുൻപ് ചേർന്നിട്ടുള്ള ചിട്ടികളിൽ നിന്നോ മറ്റോ ഈ സമയത്ത് അപ്രതീക്ഷിതമായി വലിയൊരു തുക നറുക്കുവീഴാൻ സാധ്യതയുണ്ട്. ലോട്ടറി ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് തങ്ങളുടെ ജന്മസംഖ്യയുമായി ഒത്തുപോകുന്ന നമ്പറുകൾ നോക്കിയെടുക്കാവുന്നതാണ്. അനിഴം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടിക്കറ്റുകളുടെ അവസാന അക്കങ്ങൾ 8, 7 അല്ലെങ്കിൽ 5 എന്നിവയിൽ അവസാനിക്കുന്നതായിരിക്കണം. ഈ നമ്പറുകൾ അടങ്ങിയ ടിക്കറ്റുകൾ കൃത്യമായി നോക്കി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. ഈ പട്ടികയിൽ 2-ാമതായി കടന്നു വരുന്നത് സൂര്യന്റെ പ്രകാശവും ചൈതന്യവും ഒത്തുചേർന്ന ഉത്രാടം നക്ഷത്രമാണ്. വരാൻ പോകുന്ന വലിയ ആകാശ പ്രതിഭാസങ്ങൾക്ക് ശേഷം ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക നിലയിൽ വൻ കുതിച്ചുചാട്ടമാണ് പ്രവചിക്കപ്പെടുന്നത്. നാളിതുവരെ കടബാധ്യതകൾ കൊണ്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്കും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ വഴിയില്ലാതെ വലഞ്ഞവർക്കും കടങ്ങൾ വീട്ടാനുള്ള ഒരു വലിയ മാർഗം ഈ ലോട്ടറി ഭാഗ്യത്തിലൂടെ തുറക്കപ്പെടാൻ പോവുകയാണ്. ഉത്രാടം നക്ഷത്രക്കാർ ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സമയത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്.
തിങ്കളാഴ്ച ദിവസത്തെ രാഹുകാലം പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം നോക്കി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായി മാറും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യ നമ്പറുകളായി ജ്യോതിഷത്തിൽ കാണുന്നത് 1, 9, 3 എന്നിവയാണ്. ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന തരത്തിലുള്ള ടിക്കറ്റുകൾ നോക്കി തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൂര്യന്റെ അനുഗ്രഹത്താൽ ഈ നമ്പറുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വലിയൊരു ധനനേട്ടം എത്തിക്കാൻ കാരണമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായ സമയവും നമ്പറും ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ മാറ്റുകൂടും. മൂന്നാമതായി ഈ ഭാഗ്യപട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് സൗന്ദര്യത്തിന്റെയും പ്രൗഢിയുടെയും പ്രതീകമായ ശുക്രന്റെ സ്വന്തം പൂരാടം നക്ഷത്രമാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പട്ടികയിലെ മൂന്നാമത്തെ നക്ഷത്രത്തിന്റെ ഫലം മറ്റുള്ളവരിൽ നിന്നും തികച്ചും സവിശേഷമാണ്. പ്രപഞ്ചത്തിൽ ഭാഗ്യത്തിന്റെ ഘടകമായ ശുക്രന്റെ ശക്തമായ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ ഈ മിഥുനമാസത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. ഈ നാളുകാർക്ക് ഭാഗ്യം ഇരട്ടിയാക്കാൻ ഒരു പ്രത്യേക വഴിയുണ്ട്. നിങ്ങൾ നേരിട്ട് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കുന്നതോ അല്ലെങ്കിൽ വഴിയിൽ വെച്ച് സ്ത്രീകളിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് വാങ്ങുന്നതോ കൂടുതൽ ഗുണം ചെയ്യും. അത് നിങ്ങളുടെ ഭാഗ്യസാധ്യതകളെ ഉണർത്താൻ സഹായിക്കും. പൂരാടം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറുകളായി വരുന്നത് 6, 2, 4 എന്നിവയാണ്. ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് നമ്പറുകളെ അപേക്ഷിച്ച് ഈ 3 നമ്പറുകൾ അവസാന ഭാഗത്ത് വരുന്ന ടിക്കറ്റുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ അതിൽ വലിയൊരു സമ്മാനത്തുക വന്നു ചേരാനുള്ള സാധ്യത പ്രപഞ്ചം കാത്തുവെക്കുന്നുണ്ട്. നാലാമതായി നമ്മുടെ പട്ടികയിലേക്ക് കടന്നു വരുന്നത് നിഗൂഢതകൾ നിറഞ്ഞ കേതുവിന്റെ സ്വന്തം നക്ഷത്രമായ മൂലം നക്ഷത്രമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ പ്രവചനങ്ങളിൽ ഒന്നും തന്നെ വരാതിരുന്ന ഈ നാളുകാർക്ക് ഈ വരുന്ന തിങ്കളാഴ്ചയ്ക്ക് ശേഷം ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. സാമ്പത്തികമായി നിങ്ങൾ നാളിതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും കണ്ണീരിനും പ്രപഞ്ചം തിരികെ നൽകുന്ന ഒരു വലിയ സമ്മാനമായിരിക്കും ഈ വരാൻ പോകുന്ന മഹാഭാഗ്യം. മൂലം നക്ഷത്രക്കാർ ഭാഗ്യപരീക്ഷണം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ബോധപൂർവം നടന്നുപോയി ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ മുന്നിൽ വന്നുപെടുന്ന അവസരങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങൾ ദേവാലയങ്ങളിൽ പോയി മനസ്സുരുകി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുന്ന നേരം മുന്നിൽ കാണുന്ന ആളിൽ നിന്നും ടിക്കറ്റ് എടുക്കുക. അല്ലെങ്കിൽ വഴിയിലൂടെ നടക്കുമ്പോൾ ആകസ്മികമായി ഒരാൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നൊരു ടിക്കറ്റ് എടുക്കാമോ എന്ന് ചോദിച്ചാൽ മടിക്കാതെ അത് വാങ്ങുക. അത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന ടിക്കറ്റായിരിക്കും. അത്തരം ഘട്ടങ്ങളിൽ 7, 9, 3 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമതായി ഈ മഹാഭാഗ്യങ്ങളുടെ പട്ടികയിലേക്ക് കടന്നുവരുന്നത് മേടക്കൂറിലെ ഭരണി നക്ഷത്രക്കാരാണ്. ശുക്രന്റെ ശക്തമായ സ്വാധീനവലയത്തിൽ നിൽക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഗ്രഹണ സമയവും പ്രപഞ്ചമാറ്റങ്ങളും വലിയ രീതിയിലുള്ള ധനയോഗമാണ് സമ്മാനിക്കാൻ പോകുന്നത്. വലിയ തുക സമ്മാനമായി ലഭിക്കുന്ന ബമ്പർ ലോട്ടറികളിൽ ഒരു കൈ നോക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണിത്. ഭരണി നക്ഷത്രക്കാർക്ക് ഭാഗ്യം ഇരട്ടിയാക്കാൻ ഒരു പ്രത്യേക രഹസ്യ വഴിയുണ്ട്. നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്നോ പതിവായി എടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്നോ അല്ലാതെ മറ്റെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അവിടുത്തെ കടകളിൽ നിന്ന് ടിക്കറ്റ് തിരഞ്ഞെടുക്കുക. ആ ഒരു അപ്രതീക്ഷിത യാത്രയിൽ നിങ്ങളെ തേടിവരുന്ന ടിക്കറ്റിലായിരിക്കും നിങ്ങളുടെ മഹാഭാഗ്യം ഒളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യ നമ്പറുകളായി പ്രവചനത്തിൽ കാണുന്നത് 6, 1, 5 എന്നിവയാണ്. ലോട്ടറി കൗണ്ടറുകളിൽ നിന്നും ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ അവസാന അക്കങ്ങൾ ഈ പറയുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നാണെന്ന് ഉറപ്പുവരുത്തുക. മറ്റ് നമ്പറുകളെ അപേക്ഷിച്ച് ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ ഭരണി നക്ഷത്രക്കാർക്ക് വലിയൊരു സമ്മാനത്തുക കൊണ്ടുവരാൻ സാധ്യതയേറെയാണ്. ആറാമതായി നമുക്കിവിടെ ഗണിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന ഭാഗ്യനക്ഷത്രം രേവതി നക്ഷത്രമാണ്. ബുദ്ധിയുടെയും യുക്തിയുടെയും കാരകനായ ബുധന്റെ സ്വന്തം നക്ഷത്രമാണ് രേവതി. അതുകൊണ്ട് തന്നെ ഈ മിഥുനമാസത്തിൽ രേവതി നക്ഷത്രക്കാർ മറ്റാരുടെയും ഉപദേശങ്ങൾ കേൾക്കാതെ സ്വന്തം മനസ്സ് പറയുന്നത് കേട്ട് ടിക്കറ്റ് എടുത്താൽ ഉറപ്പായും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. എപ്പോഴാണോ എനിക്കിപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കണം എന്നുള്ള ശക്തമായ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത്, ആ നിമിഷം തന്നെ ഒട്ടും വൈകാതെ ഒരു ടിക്കറ്റ് സ്വന്തമാക്കുക. ഇനി സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പിൽ ടിക്കറ്റ് എടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതിലും തെറ്റില്ല. പ്രത്യേകിച്ച് ഈ മിഥുനമാസ അമാവാസി സമയത്തും സൂര്യസംക്രമ സമയത്തും നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസമാണ് ഭാഗ്യത്തെ ആകർഷിക്കുക. രേവതി നക്ഷത്രക്കാർ ടിക്കറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ 5, 3, 2 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്നവ നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അക്കങ്ങൾ നിങ്ങളുടെ രാശിയുമായി ഒത്തുപോകുമ്പോൾ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏഴാമതായി നമ്മുടെ ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ദേവഗുരുവായ വ്യാഴത്തിന്റെ പൂർണ്ണ അനുഗ്രഹമുള്ള പുണർദം നക്ഷത്രമാണ്. ഈ കാലയളവിൽ വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനചലനം കാരണം പുണർദം നക്ഷത്രക്കാർക്ക് ഈ മിഥുന രവി സംക്രമ ദിവസം വലിയൊരു ധനപ്രവാഹം തന്നെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഇത്രയും കാലം ഭാഗ്യം നിങ്ങളെ തൊട്ടില്ല എന്ന രീതിയിൽ കൈവിട്ടുപോയ അവസ്ഥകൾ ഇനി ഉണ്ടാകില്ല. കൃത്യമായ കണക്കുകൂട്ടലുകളോടെ വേണം നിങ്ങൾ ഈ സമയം മുന്നോട്ടു പോകാൻ. ഇവിടെ കണക്കുകൂട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മിഥുന രവി സംക്രമത്തോട് പരമാവധി അടുത്തു നിൽക്കുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടുപിറ്റേ ദിവസത്തോ ടിക്കറ്റുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്.
നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സ് ഉരുകി പ്രാർത്ഥിച്ചതിനു ശേഷം ഭാഗ്യപരീക്ഷണത്തിനിറങ്ങുന്നത് നിങ്ങളുടെ ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കും. പുണർദം നക്ഷത്രക്കാർ ടിക്കറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ അവസാന അക്കങ്ങൾ 3, 7, 1 എന്നിവയിൽ അവസാനിക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. ഈ പ്രത്യേക നമ്പറുകൾ നിങ്ങളുടെ ജാതകത്തിന് വലിയ രീതിയിലുള്ള അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോന്നവയാണ്. എട്ടാമതായും അവസാനമായും ഈ മഹാഭാഗ്യങ്ങളുടെ പട്ടികയിലേക്ക് കടന്നുവരുന്നത് രാഹുവിന്റെ സ്വന്തം നക്ഷത്രമായ ചോതി നക്ഷത്രമാണ്. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പട്ടികയിലെ എട്ടാമത്തെ നക്ഷത്രത്തിന്റെ ഫലം മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലാണ് കാണുന്നത്. ജ്യോതിഷശാസ്ത്രപ്രകാരം അപ്രതീക്ഷിതമായ ധനലാഭത്തിനും പെട്ടെന്നുണ്ടാകുന്ന ലോട്ടറി ഭാഗ്യങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമെന്ന് പറയുന്നത് രാഹുവാണ്. ചോതി നക്ഷത്രം രാഹുവിന്റെ സ്വന്തം നാളായതുകൊണ്ടും നിലവിൽ പ്രപഞ്ചത്തിൽ രാഹുവിന്റെ സ്ഥാനം നിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമായതുകൊണ്ടും ഈ വരുന്ന തിങ്കളാഴ്ച ചോതി നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കാനുള്ള യോഗം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണ്, അഥവാ പീക്ക് പോയിന്റിലാണുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം ഈ ദിവസങ്ങളിൽ നിങ്ങളെ തേടിയെത്തിയേക്കാം. ചോതി നക്ഷത്രക്കാർ ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ 4, 5, 8 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്നവ നോക്കി മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. രാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ നമ്പറുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദശ തന്നെ മാറ്റിമറിക്കാൻ പോന്ന വലിയൊരു സമ്മാനത്തുക നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ കാരണമാകും. ഈ 8 നക്ഷത്രക്കാർക്കും പൊതുവായി ഉപകരിക്കുന്ന ജ്യോതിഷപ്രകാരമുള്ള ചില പ്രധാന കാര്യങ്ങൾ കൂടി ഇനി പങ്കുവയ്ക്കാം. പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് ടിക്കറ്റ് എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്ന്. ഈ വരുന്ന തിങ്കളാഴ്ച ദിവസം രാവിലെ 7:30 മുതൽ 9 മണി വരെയുള്ള രാഹുകാല സമയം പൂർണ്ണമായും ഒഴിവാക്കി വേണം നിങ്ങൾ ഭാഗ്യപരീക്ഷണത്തിനിറങ്ങാൻ. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കാൻ ഏറ്റവും ഉചിതമായി കാണുന്നത്. അതോടൊപ്പം തന്നെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയും പോസിറ്റീവ് ചിന്തകളും വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ടിക്കറ്റ് കയ്യിലേക്ക് വാങ്ങുന്നതിന് തൊട്ടുമുൻപ് പൂർണ്ണമായ വിശ്വാസത്തോടെ നിങ്ങളുടെ ഇഷ്ടദേവനെ മനസ്സിൽ ധ്യാനിക്കുക. എനിക്ക് ഈ പ്രാവശ്യം തീർച്ചയായും ഭാഗ്യം ലഭിക്കും എന്ന ഉറച്ച ചിന്തയോടെ വേണം ടിക്കറ്റ് വാങ്ങാൻ. അതിലുപരിയായി ഈ ലോട്ടറി വഴി നിങ്ങൾക്കൊരു ചെറിയ സമ്മാനമാണ് ലഭിക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്നും ഒരു ചെറിയ പങ്ക് പാവപ്പെട്ടവർക്കോ വിശക്കുന്നവർക്കോ ദാനം ചെയ്യുമെന്ന് ടിക്കറ്റ് എടുക്കുന്ന നേരത്ത് മനസ്സിൽ ഉറപ്പിക്കുക. ഇത്തരം സൽചിന്തകൾ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും അത് കെട്ടടങ്ങാതെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. പ്രപഞ്ചത്തിന്റെ ഈ അപൂർവ ഗ്രഹമാറ്റവും ഭാഗ്യ നമ്പറുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജ്യോതിഷപ്രകാരമുള്ള ഈ അനുകൂല സമയവും ഈശ്വരാനുഗ്രഹവും കൃത്യമായി വിനിയോഗിച്ചാൽ വലിയൊരു സാമ്പത്തിക നേട്ടം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ നക്ഷത്രം ഈ എണ്ണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? മുൻപ് എപ്പോഴെങ്കിലും ഇതുപോലെ അപ്രതീക്ഷിതമായി നിങ്ങളെ തേടി ഭാഗ്യം വന്നിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെയുള്ള കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ.